നമസ്തേ. AMMA എന്ന തൊഴിലാളി സംഘടനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളും ഉൾക്കളികളുമെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പുരുഷന്മാർ സ്ത്രീകളെ തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് AMMA എന്നുള്ളതിനുള്ള എല്ലാ തരത്തിലുള്ള തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തോ സ്ത്രീകൾക്ക് മനം നൊന്ത് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയത്ത് സ്ത്രീകൾ മൊത്തം ഒന്നിച്ച് WCC എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളുടെ മോചനത്തിനു വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയെ കണ്ട് ആ മുഖ്യമന്ത്രി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് പുറത്തുവിടാൻ സമ്മതിക്കാതെ പൂഴ്ത്തിവെക്കാനുള്ള എല്ലാ ഒത്താശകളും ഈ പുരുഷ മേധാവിത്വം അവിടെ ചെയ്തു കൊടുത്തു. താൽക്കാലികമായി ആ മന്ത്രിസഭ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ ഒതുക്കി വെച്ചു. അതുപോലെ തന്നെ അന്ന് ആ സ്ത്രീകളുടെ ഇടയിലുള്ള ഒരു അതിജീവിതയെ കൂട്ടമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചിട്ടുള്ള ഒരു കേസ് കോടതിയിൽ നടക്കുകയാണ്. അത് ഉണ്ടായ സമയത്ത് ഇതേ തൊഴിലാളി സംഘടനയായ AMMAയിലെ ചില തൊഴിലാളികൾ അന്ന് ആ സമയത്ത് അന്നത്തെ കാക്കനാടോ എറണാകുളത്തെ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴികൾ, അതായത് സത്യമായ മൊഴികൾ, ഒരു പ്രത്യേക പെട്ടെന്നുള്ള വികാരത്തിൽ അവരെല്ലാവരും പോലീസിൽ പോയി പറഞ്ഞു. പക്ഷേ പിന്നീട് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ ഒത്തുകളി വന്നപ്പോൾ ഈ 52ഓളം പോലീസിൽ മൊഴി പറഞ്ഞവർ കോടതിയിൽ ആ കേസ് വന്നപ്പോൾ മൊഴി മാറ്റി പറഞ്ഞു. അങ്ങനെ ആ കേസ് ഒന്നുമല്ലാതെ തള്ളിപ്പോയി. ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോയി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, കുറ്റവാളികൾ ആരൊക്കെ തന്നെ ആയിക്കോട്ടെ, ജനം അത് അംഗീകരിച്ചിട്ടില്ല എന്ന് ഇപ്പോഴത്തെ അഡ്ഹോക് കമ്മിറ്റി ചെയർമാനായി സ്ഥാനമേറ്റ MLA ആയ പാലക്കാട്ടെ നിഷ്കളങ്കരുടെ വോട്ട് പിടിച്ച പിഷാരടി ഇനി ഞാൻ സിനിമയില്ല, വേറെ ഒന്നുമില്ല, ജനങ്ങളുടെ വർക്ക് മാത്രം ചെയ്ത് പാലക്കാട് ഞാൻ എപ്പോഴും ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച പിഷാരടി വീണ്ടും അമ്മയിലേക്ക് അവിടെ കയറി നിരങ്ങാനൊരു ചാൻസ് കിട്ടിയപ്പോൾ വീണ്ടും അവിടെ ചെന്ന് അവിടെയുള്ള കാര്യങ്ങൾ ഇടപെട്ടാലും സത്യസന്ധമായി ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവിടെ ഉണ്ടായ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാനായി നിലവിലെ പ്രസിഡന്റിനെ ഫോൺ വിളിച്ച് പേടിപ്പിച്ച് പലതരം കഥകൾ പറഞ്ഞ്, അതായത് ആദ്യം പറഞ്ഞു കണക്കിൻ്റെ കാര്യം. അപ്പോൾ ഈ കണക്കിൻ്റെ കാര്യം ആ വനിത പുതിയതായി പ്രസിഡൻ്റായി ചാർജ് എടുക്കുമ്പോൾ പഴയ കണക്ക് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, അത് നാളെ തരാം ഇന്ന് തരാം എന്ന് പറഞ്ഞ് കളിപ്പിച്ച് ഇപ്പോൾ ആ കണക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കണക്ക് അവർക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും? അതവിടെ നിൽക്കട്ടെ. അതൊക്കെ ഈ പിഷാരടിക്ക് അറിയാതെയൊന്നുമല്ല. പിന്നെ പിഷാരടി പറയുകയാണ്, ഇവിടെ അതിജീവിതയുടെ കേസിൽ കോടതി വിധിച്ച കേസ് ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അതുപോലെ നിങ്ങൾ കണക്ക് അവതരിപ്പിച്ചാലും ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പിഷാരടി പറയാണ്. അപ്പോൾ പിഷാരടി പറയണ്ടേ, 52 പേര് മൊഴി മാറ്റി പറഞ്ഞു കോടതിയിൽ കാലുമാറി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസിന് ശിക്ഷ കിട്ടാതെ പോയത്. എന്തായാലും ആ കേസ് വീണ്ടും ഇപ്പോൾ മേൽക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അതിനൊരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതിജീവിതയുടെ കാര്യം തെളിയിക്കപ്പെടണമെന്നുള്ള വാശിയോടുകൂടി അതിലെ ചില അംഗങ്ങളും പുറമേയുള്ള അംഗങ്ങളുടെയും വളരെ ശക്തമായ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിജീവിതയോടൊപ്പം എന്ന പേരിലുള്ള ഒരു ട്രസ്റ്റ് ആ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊന്നും പിഷാരടിക്ക് അറിയാതെയൊന്നുമല്ലല്ലോ. അപ്പം പിഷാരടി ആരുടെ ഭാഗത്താണ്? ഇതാണ് ഇവിടെ അറിയേണ്ടത്. എന്തോ ആയിക്കോട്ടെ, പിഷാരടിക്ക് ഇതിനെക്കാട്ടിയൊക്കെ വലിയൊരു ഉത്തരവാദിത്തം ജനങ്ങൾ കൊടുത്തപ്പോൾ അത് നോക്കി നടക്കാതെ ഈ നാറ്റക്കേസിൽ പോയി മുങ്ങിക്കുളിച്ചിട്ട് വീണ്ടും ഫോൺ വിളിച്ച് ആ ഫോൺ മുഴുവൻ ഇപ്പോൾ നാട്ടുകാർ കേട്ടു. എന്താണ് പിഷാരടി എന്നിപ്പം ജനം മനസ്സിലാക്കി. ഇനി ജനങ്ങൾ തീരുമാനിക്കുക
അതും പാലക്കാട്ടെ നിഷ്കളങ്കരെന്ന് പിഷാരടി തന്നെ പറയുന്നുണ്ട്. ആ നിഷ്കളങ്കരായ പാലക്കാട്ടുകാർ തീരുമാനിക്കുക. ഇത്തരത്തിലുള്ള എത്ര പ്രാവശ്യമായി നിങ്ങൾ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു? പാലക്കാടിൻ്റെ കാര്യങ്ങൾ നോക്കാതെ, പാലക്കാടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ലാതെ. ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ MLA കാട്ടിക്കൂട്ടിയ കൂത്താട്ടങ്ങളും അതിൻ്റെ കേസുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലല്ലെങ്കിലും അതുപോലെ തന്നെ സമാനമായിട്ട് തന്നെയല്ലേ ഇവരും അതിൻ്റെ മുന്നേയുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടും സഹിച്ചിട്ടും വീണ്ടും നിഷ്കളങ്കരായി നിങ്ങൾ അതേ പാർട്ടിക്ക് തന്നെ വീണ്ടും വോട്ട് ചെയ്ത് ഇത് ആരേനെ നിങ്ങളെ തന്നെ ചതിക്കുകയല്ലേ? അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ജയിപ്പിച്ച ആൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റാതെ ആ സംഘടനയുടെ ഗുണവും ദോഷമൊന്നും ഞാൻ പറയുന്നില്ല. ആ സംഘടനയിലെ പുരുഷ മേധാവിത്വത്തിന് വേണ്ടി ദല്ലാള് പണിക്ക് വന്നിട്ട് ആ നിലവിലെ പ്രസിഡന്റിനെ ഫോൺ വിളിച്ച് മിരട്ടിയിട്ട് ആ ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പൊതുജനം മുഴുവൻ കേട്ടു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ പാലക്കാട്ടുകാർ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഇതുപോലുള്ള ഒരു 10-20 കൊല്ലമായിട്ട് പാലക്കാടിൻ്റെ വികസനമാണ് നിങ്ങളുടെ ഈ വോട്ട് കൊണ്ട് നശിച്ചു പോകുന്നത് എന്നോർക്കുക. കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും പ്രസംഗിച്ചിട്ട് കാര്യമില്ല, പ്രവർത്തിച്ച് കാണിച്ചു തരണം. അതാണ് ശരിയായ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് ഈ ജനപ്രതിനിധികൾ മനസ്സിലാക്കുക. അല്ലാതെ പെണ്ണ് കേസുകളിൽ അതിൻ്റെ മുന്നിൽ നിൽക്കുക, അല്ലെങ്കിൽ കട്ട കേസിൽ അതിൻ്റെ മുന്നിൽ നിൽക്കാനല്ല പാലക്കാട്ട് നിന്ന് MLA മാരെ പറഞ്ഞയക്കുന്നത് എന്നിവർ ഓർത്താൻ നന്നായിരിക്കും.